ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ മീൻകറിയാണ്. അപ്പം ഞാനാണ് ഈ മീൻകറി വെച്ചത്. അപ്പോൾ ആദ്യം തന്നെ സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളിയും മുളകും എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് പാത്രം വെച്ചു എണ്ണയൊക്കെ തിളച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അതിലേക്ക് കടുകും ഉലുവയും കറിവേപ്പില ഇട്ടിട്ടുണ്ടായിരുന്നേ. പൊട്ടി കഴിയുമ്പോഴത്തേക്കിനും അതിലോട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും മുളകും ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആ തക്കാളിയുടെ വെള്ളം വീഴാതെ നോക്കണം, അത് വീണിട്ട് എൻ്റെ കയ്യിലൊക്കെ തെറിച്ചു. എന്നിട്ട് നമ്മൾ ഇട്ട സാധനങ്ങളെല്ലാം കൂടി മിക്സ് ചെയ്യുക. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് അത് പെട്ടെന്ന് വരണ്ട് വരുവേ. ഉപ്പും കൂടി ഇട്ട് അത് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് അത് വരണ്ട് കഴിയുമ്പോൾ അതിൽ തക്കാളി ഇടണം. അതിന് ശേഷം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഇടുവേ. ചിലവർ മല്ലിപ്പൊടി ഇടത്തില്ല, നമ്മൾ പറഞ്ഞ ഞങ്ങളിടുവേ. എന്നിട്ട് അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞ് പുളിവെള്ളം ഒഴിച്ചേ. അപ്പോൾ പുളിവെള്ളവും അതിൽ പുളിയും ഇട്ട് അതിന് വേറൊരു പാത്രത്തിലായിരുന്നു മീൻ. എന്നിട്ട് ആ പാത്രത്തിലോട്ട് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച അരപ്പെല്ലാം കൂടെ ഒഴിക്കണം. കുറച്ച് നേരം അടച്ചു വെച്ച് വേവിച്ച് അപ്പോഴത്തേക്കിനും കറിയെല്ലാം വെന്ത് സെറ്റായിട്ടുണ്ടായിരുന്നു. ഞാൻ ഉപ്പൊക്കെ നോക്കി, ഉപ്പൊക്കെ കറക്റ്റ്. അപ്പം നമുക്ക് മീൻകറിക്ക് ഇന്ന് കഴിക്കാൻ കപ്പയാണ്. അങ്ങനെ കപ്പയും മീൻകറിയൊക്കെ കഴിച്ചു. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ.